എല്ലാവർക്കും PSC ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയ SCERT പ്രകാരമുള്ള 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 വ്യാധികൾ പടരാതിരിക്കാൻ. ചാപ്റ്റർ 1 എടുത്തിരുന്നു, അപ്പോൾ അത് നോക്കി പഠിക്കുക. ഇനി ചാപ്റ്റർ 2 ആണ് ഇന്ന് എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ പകരുന്ന രോഗങ്ങളുടെയും പകരാത്ത രോഗങ്ങളുടെയും ഒരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ച് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പകരുന്ന രോഗങ്ങൾ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, ജലദോഷം, COVID-19. പകരാത്തവ ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കരോഗം, അൽഷിമേഴ്സ്. ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. പകർച്ചവ്യാധികളുടെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന പകർച്ചവ്യാധികളാണ് മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക്. പാൻഡമിക്കിൻ്റെ ഡെഫിനിഷനും ഓർത്ത് വയ്ക്കുക. പാൻഡമിക്, എൻഡമിക്, എപ്പിഡമിക് അങ്ങനെയെല്ലാം പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക്, അതിൻ്റെ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. എക്സാമ്പിൾ: വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. രോഗാണു ശരീരത്തെ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ്. നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർജീവമായിരിക്കുന്ന ഒരു അവസ്ഥ, സജീവമാകുന്നതിന് മുന്നേ നിർജീവമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇൻക്യുബേഷൻ പീരീഡ്. രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ മാത്രമേ സജീവമാവുള്ളൂ. ഇനി കുറച്ച് ഡെഫിനിഷനുകളാണ്. എപ്പിഡമിക് എന്താണെന്ന് നോക്കാം. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡമിക്. എൻഡമിക് സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളാണ് എൻഡമിക്. എൻഡില്ലാത്തവ അങ്ങനെ വിചാരിക്കാം, ഒരവസാനമില്ല, പൂർണ്ണമായും തുടച്ചു നീക്കാൻ പറ്റുന്നില്ല. എൻഡമിക്. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൽ രോഗങ്ങൾ. നാസോകോമിയൽ രോഗങ്ങൾ എങ്ങനെ ഓർത്ത് വെക്കാം? ആശുപത്രി പോകുമ്പോൾ നമ്മൾ മാസ്ക് ഇട്ടിട്ടാണ് പോവുക. അപ്പം മൂക്ക്, നാസോ എന്ന് പറയുമ്പോൾ മൂക്കിൻ്റെ ഭാഗമാണല്ലോ, മൂക്ക് മൂടിയിട്ടാണ് പോവുക. അപ്പം നാസോ കോമിയൽ അങ്ങനെ ഓർത്തിരിക്കുക. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ് രോഗങ്ങൾ. അപ്പോൾ സുവോളജി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ സൂണോസിസ്, സുവോളജിക്കൽ പാർക്ക് അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ സൂണോസിസ് രോഗങ്ങൾ. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസ്യൂട്ടിക്. അവർക്കിടയിൽ വരുന്നവയാണ്. അവിടെയും സ്യൂട്ടിക് എന്നൊരു വാക്കുണ്ട്. അപ്പോൾ മൃഗങ്ങൾക്കിടയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രോഗകാരികളുടെ നിർവചനമാണ് കൊടുത്തിരിക്കുന്നത്. രോഗകാരികൾ അഥവാ പാത്തോജൻസ്. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയവ അറിയപ്പെടുന്നതാണ് രോഗകാരികൾ. ഇനി അടുത്തത് ഫംഗസിൻ്റെ രോഗങ്ങളും രോഗകാരികളും ഒക്കെയാണ് വരുന്നത്. ഫംഗസ്: റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂണ് എന്നിവയെല്ലാം ഫംഗസുകളാണ്. റൊട്ടി 3-4 ദിവസം കഴിയുമ്പം പൂപ്പൽ വരും, അത് ഒരു ഫംഗസിന് എക്സാമ്പിളാണ്. ഫംഗസ് കാരണമാണ് അങ്ങനെ പൂപ്പൽ വരുന്നത്. കൂണ് ഫംഗസിന് ഉദാഹരണമാണ്. കഴിഞ്ഞ ചാപ്റ്ററിലുണ്ടായിരുന്നു പൂപ്പലിന് ഒരു എക്സാമ്പിളാണ് കൂണെന്ന് പറഞ്ഞിട്ട്. ഇനി കരിമ്പൻ എന്താണെന്ന് അറിയാലോ. നമ്മുടെ തുണികളിലെല്ലാം ഒരു കറുത്ത ഡോട്ട് വരുന്ന, നനഞ്ഞിരിക്കുമ്പം അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഉണങ്ങാതെ വരുമ്പം ഉണ്ടാകുന്നൊരു സാധനമാണ് കരിമ്പൻ. അപ്പോൾ അതും ഫംഗസാണ്. രോഗങ്ങളും കാരണമാകുന്ന ഫംഗസുകളും. ഫസ്റ്റ് രോഗങ്ങൾ പറയുന്നു, അതിന് കാരണമായ ഫംഗസുകൾ തൊട്ടപ്പുറ കൊടുത്തിരിക്കുന്നു. കാൻഡിഡിയാസിസ്, കാൻഡിഡ ആൽബിക്കൻസ് ആണ് കാരണമായ ഫംഗസ്. ക്രിപ്റ്റോകോക്കസ് മെനിഞ്ചൈറ്റിസ് ക്രിപ്റ്റോകോക്കൽ ആണ് രോഗം. അതിന് എക്സാമ്പിളല്ല, ഫംഗസിൻ്റെ പേര് ക്രിപ്റ്റോകോക്കസ് മെനിഞ്ചൈറ്റിസ്. ഹിസ്റ്റോപ്ലാസ്മോസിസ് അല്ലെങ്കിൽ ഡാർലിങ്സ് ഡിസീസ്. ഹിസ്റ്റോപ്ലാസ്മോസിസിൻ്റെ മറ്റൊരു പേരാണ് ഡാർലിങ്സ് ഡിസീസ്. അത് പരത്തുന്നത് ഹിസ്റ്റോപ്ലാസ്മ എന്ന ഫംഗസാണ്. ഡാർലിങ്സ് ഡിസീസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഹിസ് ഡാർലിംഗ് അങ്ങനെ ഓർത്ത് വയ്ക്കാം. അത്ലറ്റ് ഫുട്ട്, എപ്പിഡെർമോഫൈറ്റൺ ഫ്ലോക്കോസം. അത്ലറ്റ് ഫുഡിന് കാരണമായ ഫംഗസാണ് എപ്പിഡെർമോഫൈറ്റൺ ഫ്ലോക്കോസം. അത്ലറ്റ് ഫുഡ് എപ്പോഴും ചോദിക്കാറുണ്ട്, ഫംഗസ് ആണോ വൈറസ് ആണോ ബാക്ടീരിയ രോഗമാണോ അങ്ങനെ ചോദിക്കാറുണ്ട്, ഓർത്ത് വയ്ക്കാം.
റിംഗ്വേം മൈക്രോസ്പോറം. റിംഗ്വേം വട്ടച്ചൊറി പോലുള്ളൊരു രോഗമാണ്. വട്ടച്ചൊറിയാണ് റിംഗ്വേം. മൈക്രോസ്പോറമാണ് ഫംഗസ്. ഇനി രോഗാണുവാഹകർ എന്താണെന്ന് നോക്കാം. രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയവയാണ് ഉദാഹരണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വാഹകർ, രോഗാണുവിനെ വഹിച്ചു കൊണ്ടുവരുന്ന ഒരു മീഡിയേറ്ററാണ് രോഗാണുവാഹകർ. രോഗാണുവാഹകരും പെരുകുന്ന സാഹചര്യങ്ങളുമാണ് പറയുന്നത്. കൊതുക് എങ്ങനെയാണ് കെട്ടിക്കിടക്കുന്ന ജലത്തിൽ, മലിനജലത്തിൽ പകരുന്നു, മുട്ടയിടുന്നു, വളരുന്നു, പെരുകുന്നു. ഈച്ച നനഞ്ഞതും ചീഞ്ഞഴുകിയതുമായ ജൈവ പാഴ്വസ്തുക്കളിൽ ഈച്ചകൾ പ്രജനന കേന്ദ്രം കണ്ടെത്തുന്നു. ചൂട് കാലാവസ്ഥയിൽ ഇവയുടെ പ്രത്യുൽപാദനം കൂടുന്നു. എലി വളർത്തു മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, പാകമായിട്ടും വിളവെടുക്കാത്ത സസ്യങ്ങളുടെ ഫലങ്ങളിൽ നിന്നുള്ള ഗന്ധം തുടങ്ങിയവ എലികളെ ആകർഷിക്കുന്നു. വീടിൻ്റെ പരിസരത്തൊക്കെ എലി വരുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അത് വെച്ചൊന്ന് കണക്ട് ചെയ്താൽ മതി. രോഗങ്ങളും പരത്തുന്ന കൊതുകിനവും. അപ്പോൾ കൊതുക് പരത്തുന്ന 3 രോഗങ്ങൾ തന്നിട്ടുണ്ട്. ഏത് ടൈപ്പ് കൊതുകാണ് അത് പരത്തുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. മന്ത്, ക്യൂലെക്സ് പെൺകൊതുക്, അനോഫിലിസ് പെൺകൊതുകാണ് മലേറിയ. ഡെങ്കിപ്പനി, ഈഡിസ് ഈജിപ്തി. അത് ഓർത്ത് വെക്കുക, ചോദിക്കാറുണ്ട്. മന്തുള്ള ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നതായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ മലേറിയ, അനോഫിലസ് പെൺകൊതുക്. മലയിലെ ആനയെന്നോ, മല ഉള്ള പ്രദേശങ്ങളിലാണല്ലോ ആനയൊക്കെ ഉണ്ടാവുക. ഇനി ഡെങ്കിപ്പനി, ഈഡിസ് ഈജിപ്തി. കൊതുക് പെരുകുന്നത് തടയാനുള്ള മാർഗങ്ങൾ: വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കുക, ഓടകൾ ശുചീകരിക്കുക. അപ്പം പരിസരങ്ങളൊക്കെ ശുചിയായി സൂക്ഷിക്കുക. അന്നേരം തന്നെ കൊതുക് വരില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെ, ഒന്ന് ഓർത്ത് വെക്കുക. കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെ? സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക, ശരിയായ വസ്ത്രം ധരിക്കുക, കൊതുക് വല ഉപയോഗിക്കുക, താമസ സ്ഥലത്തും പരിസരത്തും കൊതുകുകളുടെ എണ്ണം കുറയ്ക്കുവാനുള്ള മാർഗം തേടുക. ഇനി ഷഡ്പദങ്ങളിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്ലേഗ്. എന്താണ് പരത്തുന്നത്? എലിച്ചെള്ള്, ടൈഫസ്, പേന്, ചെള്ള്, കാല അസർ, സാൻഡ് ഫ്ലൈ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. ടൈഫസ്, പേന്, ചെള്ള്, പ്ലേഗ്, എലിച്ചെള്ള്, കാല അസർ, സാൻഡ് ഫ്ലൈ. മണലീച്ച, സാൻഡ് ഫ്ലൈ എന്നും അല്ലെങ്കിൽ മണലീച്ച എന്നും കൊടുക്കും. മനുഷ്യരിലേക്ക് പരസ്പരം സ്പർശനം മുഖേന പകരുന്ന ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് പക്ഷിപ്പനി, H5N1. കുഷ്ഠം എന്താണെന്ന് ചോദിച്ചാൽ ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. സ്പർശനം മുഖേനയാണ് പകരുന്നത്. പക്ഷിപ്പനിയോ പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു. വൈറസ് രോഗമാണ് H5N1. അപ്പോൾ H1N1ഉം H5N1ഉം തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. H1N1 എന്താ? പന്നിപ്പനിയാണ്. H5N1 പക്ഷിപ്പനിയാണ്. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്ന രോഗങ്ങളാണ് ഈ പറയുന്നത്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. രോഗാണുവാഹകർ മുഖേനയല്ലല്ലോ. അപ്പം വായുവിലൂടെ ഏതൊക്കെ പകരും? ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, 5-ാം പനി, ജലദോഷം, മുണ്ടിനീര്. ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങൾ: കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, പോളിയോമലൈറ്റിസ്, വയറുകടി. നമ്മൾ ഇത് ശ്രദ്ധിച്ച് വയ്ക്കുക. ജലവും ഭക്ഷണവും വഴി. പോളിയോമലൈറ്റിസ് ഒക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അല്ലേ? ജലവും ഭക്ഷണവും വഴി പകരുമെന്ന് ഒരു പേര് കേൾക്കുമ്പം അങ്ങനെ നമുക്ക് തോന്നില്ലല്ലോ. നമ്മൾ വാക്സിനൊക്കെ എടുക്കുന്നു, പാരാലൈസിസ് ആണ് ഇതിൻ്റെ ലക്ഷണം, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്രയും സിമ്പിളായിട്ട് പകരുമോ? ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗമാണോ എന്ന് നമ്മൾ ചിന്തിക്കും. പിന്നെ എലിപ്പനി ഓർത്ത് വയ്ക്കുക. കോളറ, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, ടൈഫോയിഡ്. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ: വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം. വിരശല്യം, നമ്മുടെ ചെറുകുടലിൽ വിരകൾ വളരുന്നു, അതൊക്കെയാണ്. എന്നിട്ട് പോഷകാംശങ്ങളൊക്കെ വലിച്ചെടുക്കുന്നു, അതാണ് വിരശല്യം. ടെറ്റനസ് മുറിവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ബോട്ടുലിസം ഒരു
നമുക്ക് കൈക്കും മുഖത്തുമൊക്കെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഭക്ഷ്യ വിഷബാധയ്ക്കും കൂടി ബോട്ടുലിസം എന്ന് പറയാറുണ്ട്. അത് മണ്ണിലൂടെ പകരുന്ന രോഗമാണ് ബോട്ടുലിസം. ഈച്ച പെരുകുന്നത് തടയാനുള്ള മാർഗങ്ങൾ: അടച്ച പാത്രങ്ങളിൽ ഭക്ഷണം ശരിയായി സൂക്ഷിക്കുക. വീടിനടുത്ത് ഇലകളോ പുല്ലുകളോ അഴുകാൻ അനുവദിക്കരുത്. മൃഗാവശിഷ്ടങ്ങൾ ഉടൻ തന്നെ വൃത്തിയാക്കുക. ഉപയോഗിച്ച ഗ്ലാസുകളും പാത്രങ്ങളും കഴിയുന്നതും വേഗം വൃത്തിയാക്കുക. എലി പെരുകുന്നത് തടയുവാനുള്ള മാർഗങ്ങൾ: വീടുകളിലെ ദ്വാരങ്ങൾ, വിള്ളലുകൾ, വിടവുകൾ എന്നിവ അടയ്ക്കുക. കുളിമുറിയിലെ തറയിലെ ഡ്രെയിൻ ദ്വാരങ്ങൾ ഇരുമ്പ് ഫ്ലോർ ഡ്രെയിനുകൾ ഉപയോഗിച്ച് മൂടുക. എലികൾ വളരാൻ സാഹചര്യമുള്ള പഴയ വീട്ടുപകരണങ്ങൾ, അവശിഷ്ടങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്യുക. എലികളെ പിടിക്കാൻ കെണികൾ ഉപയോഗിക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നത് തന്നെ. ഓർത്തു വയ്ക്കാം. രോഗപ്രതിരോധ ശേഷി: രോഗാണുക്കളുടെ പ്രവേശനം തടയുവാനും ശരീരത്തിനകത്തെ പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുവാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി. നമുക്ക് രോഗം വരാതെ നമ്മുടെ ശരീരം അതിന് പ്രത്യേകമായി സജ്ജമാവുന്നു. അതാണ് ഇമ്മ്യൂണിറ്റി. രോഗപ്രതിരോധ ശേഷി 2 തരത്തിലുണ്ട്: സ്വാഭാവിക പ്രതിരോധ ശേഷിയും ആർജിത പ്രതിരോധ ശേഷിയും. സ്വാഭാവിക പ്രതിരോധ ശേഷി എന്താണെന്ന് നോക്കാം. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കുവാനുമുള്ള ശരീരത്തിൻ്റെ സ്വാഭാവിക കഴിവാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. നമുക്കൊരു നാച്ചുറലായിട്ടുള്ള ഒരു രോഗത്തെ തടയാനുള്ള ഒരു കഴിവാണ് സ്വാഭാവിക പ്രതിരോധശേഷി. ആർജിത പ്രതിരോധശേഷി: പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി, വാക്സിനേഷൻസ് വഴി പ്രതിരോധശേഷി നേടിയെടുക്കുന്നതാണ് ആർജിത പ്രതിരോധശേഷി അഥവാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ അതിജീവിച്ച രോഗങ്ങളാണ് വസൂരി, പ്ലേഗ്, പോളിയോ എന്നിവ. വസൂരി, പ്ലേഗ്, പോളിയോ. പ്രതിരോധ കുത്തിവയ്പ്പ് വഴി തടയാൻ കഴിയുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പോൾ ഇവിടെ 4 രോഗങ്ങൾ പറയുന്നുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ തടയാൻ കഴിയുന്ന രോഗങ്ങൾ: വസൂരി, പ്ലേഗ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി. ഇന്ത്യയിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 1975 മെയ് 17 ബീഹാറിൽ വെച്ചാണ് അവസാനത്തെ വസൂരിയുടെ കേസ് ഇന്ത്യയിൽ വന്നത്. വസൂരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷം 1980. ഈ വർഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ അവസാനമായി പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തത് പശ്ചിമ ബംഗാളിലാണ്. പോളിയോ റിപ്പോർട്ട് ചെയ്തത് പശ്ചിമ ബംഗാളിലാണ് അവസാനമായിട്ട് 2011. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം 2014 മാർച്ച് 27. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ വർഷങ്ങളാണ്. ഡേറ്റ് അടക്കം പഠിക്കണം. ഇനി രോഗങ്ങളും രോഗകാരികളും. ബാക്ടീരിയയുടെ ഒരു 4 രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് കാരണമായ രോഗകാരികളും അപ്പുറം കൊടുത്തിട്ടുണ്ട്. ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി, ടൈഫോയിഡ്, സാൽമൊണല്ല ടൈഫി, പ്ലേഗ്, യെർസീനിയ പെർസിസ്റ്റ്, സിഫിലിസ്, ട്രിപ്പനീമ, പല്ലിഡം. ടെറ്റനസിൻ്റെത് ഇപ്പുറം ടെറ്റനി വരുന്നുണ്ട്, ടൈഫോയിഡിൻ്റെത് ടൈഫി വരുന്നുണ്ട്, പ്ലേഗിൻ്റെത് പെർസിസ്റ്റ് ഓർത്തിരിക്കാം, പെസ്റ്റിസ്. സിഫിലിസ്, ട്രിപ്പനോമ, പല്ലിഡം. സിഫിലിസാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത്, അത് ചോദിക്കാറുമുണ്ട്, അത് ഓർത്ത് വയ്ക്കാം. വൈറസ്: ജലദോഷം റൈനോ വൈറസ്, ഡെങ്കിപ്പനി ഫ്ലാവി വൈറസ്, പക്ഷിപ്പനി H5N1 വൈറസ്, കുരങ്ങുപനി KFD വൈറസ്. KFD വൈറസ് എന്ന് വെച്ചാൽ കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് വൈറസ്. കുരങ്ങുപനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത വനമാണ് കാസനൂർ ഫോറസ്റ്റ്. അതുകൊണ്ടാണ് KFD വൈറസ് അഥവാ കാസനൂർ ഫോറസ്റ്റ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം റൈനോ വൈറസ്, ഫ്ലാവി വൈറസ്, H5N1, KFD വൈറസ് എല്ലാം ഓർത്തു വയ്ക്കാം. സൂക്ഷ്മജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ: ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനും സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ദഹന പ്രക്രിയകളിലും ആഗിരണ പ്രക്രിയകളിലുമെല്ലാം ഒരുപാട് സൂക്ഷ്മജീവികൾ സഹായിക്കുന്നുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നതിനും പാല് തൈരാക്കുന്നതിനും സഹായിക്കുന്നു. പാല് തൈരാക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസില്ലസ്. ദോശമാവ് പുളിപ്പിക്കുമ്പോൾ ബാക്ടീരിയയുടെ പ്രവർത്തനം തന്നെയാണ് വരുന്നത്. മാവ് പുളിച്ച് പൊന്തി വരുന്നു, അവിടെ ബാക്ടീരിയ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പോൾ അത്
വിഘാടകരായിട്ട് ആക്ട് ചെയ്യുന്നു. ബാക്ടീരിയകളും ഫംഗസുകളും അവിടെ വിഘാടകരാണ്. ഇനി രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് പറയുന്നത്. രോഗങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, അവ എങ്ങനെയൊക്കെ തടയാം? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെ തടയാൻ പറ്റും? രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗികളുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക. നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കുറയ്ക്കാനുള്ള ഒരു പ്രധാനമായൊരു കാര്യമാണ് മാസ്ക് ഉപയോഗിക്കുക. പിന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, അവ എങ്ങനെ തടയാം? ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഇനി വരുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ബോക്സാണ്. പ്രതിരോധ വാക്സിനുകൾ ഏതൊക്കെയാണ്? വാക്സിൻ്റെ പേര്, ഏത് രോഗത്തിനെയാണ് തടയുന്നത്, എപ്പോഴൊക്കെയാണ്, ജനിച്ച സമയം മുതൽ എപ്പോഴൊക്കെയാണ് വാക്സിൻ എടുക്കേണ്ടത്, അതൊക്കെയാണ് ഈ ടേബിളിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, പോളിയോ വാക്സിൻ അഥവാ OPV, ഓറൽ പോളിയോ വാക്സിൻ. അതിൻ്റെ പ്രായം, ജനനസമയത്ത് ഒരു ഡോസ് എടുക്കാനുണ്ട്. പിന്നെ 6 ആഴ്ച കഴിയുമ്പോൾ OPV 1, 10 ആഴ്ച കഴിയുമ്പോൾ OPV 2, 14 ആഴ്ച ആകുമ്പോൾ OPV 3, 16 മുതൽ 24 മാസം വരെ പ്രായമാകുമ്പോൾ OPV ബൂസ്റ്റർ എടുക്കുന്നു. അപ്പോൾ പോളിയോ, പിള്ളവാതം തടയാൻ വേണ്ടിയിട്ട്, പോളിയോയ്ക്ക് മറ്റൊരു പേരുണ്ട് പിള്ളവാതം. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ പോളിയോ. തടയാൻ വേണ്ടിയിട്ട് നമ്മൾ 5 സമയങ്ങളിലായിട്ട് വാക്സിൻ എടുക്കുന്നു. ഇനി നെക്സ്റ്റ്, ബാസിലസ് കാൽമെറ്റ് ഗ്യൂറിൻ അഥവാ BCG. ബാസിലസ് കാൽമെറ്റ്, അവർ രണ്ടുപേരും കൂടിയാണ് BCG ഉള്ള വാക്സിൻ കണ്ടുപിടിച്ചത്. BCG വാക്സിൻ കണ്ടുപിടിച്ചത് ആ 2 ശാസ്ത്രജ്ഞന്മാർ ചേർന്നാണ്. അതുകൊണ്ടാണ് അതിന് ക്ഷയത്തിനെതിരെയുള്ള BCG വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനന സമയത്താണ് ക്ഷയത്തിനെതിരെയുള്ള BCG വാക്സിൻ എടുക്കുന്നത്. ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ, 2 രോഗങ്ങൾക്കും കൂടി ഒരു വാക്സിനാണ് എടുക്കുന്നത്. ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 10 വയസ്സാകുമ്പോഴും 16 വയസ്സാകുമ്പോഴും. 10 വയസ്സാകുമ്പോൾ TD1ഉം 16 വയസ്സാകുമ്പോൾ TD2ഉം. നമ്മൾ ഓർത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും വാക്സിൻ എടുത്തിട്ടുണ്ട്. സ്കൂളിൽ വാക്സിൻ എടുക്കാൻ വേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ അത് ഓർത്ത് കഴിഞ്ഞാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ്റെ കാര്യം ഓർത്ത് വയ്ക്കാം. ഹെപ്പറ്റൈറ്റിസ് B ആണ് അടുത്ത രോഗം. ഹെപ്പറ്റൈറ്റിസ് Bയെ തടയാൻ വേണ്ടി ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ഉപയോഗിക്കുന്നു. ജനന സമയത്താണത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. റോട്ടോ വൈറസ് വാക്സിൻ RVV, അത് 3 ഡോസുകളായാണ് എടുക്കുന്നത്. RVV 1, RVV 2, RVV 3. 6 ആഴ്ച പ്രായമാകുമ്പോൾ, അതുപോലെ 10 ആഴ്ച, 14 ആഴ്ച, ഇങ്ങനെ 3 തവണകളായിട്ട് റോട്ടോ വൈറസ് വാക്സിൻ എടുക്കുന്നു. എന്തിനെതിരെയുള്ളതാണ് റോട്ടോ വൈറസ്? റോട്ടോ വൈറസ് രോഗം അഥവാ ആന്ത്രവീക്കം അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻഡറിറ്റിസ് എന്ന രോഗത്തിനെതിരെയാണ് RVV വാക്സിൻ. പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് FIPV, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. അത് 3 ടൈപ്പായിട്ട് 3 പ്രാവശ്യമായിട്ടാണ് എടുക്കുന്നത്. 6 ആഴ്ച, 14 ആഴ്ച, 9 മാസം എന്നിങ്ങനെ പ്രായമുള്ളപ്പോൾ 3 തവണകളായി എടുക്കുന്നു. പോളിയോയ്ക്കെതിരെ തന്നെയാണ് ഈ വാക്സിൻ. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് PCV വാക്സിൻ. PCV വാക്സിൻ 3 ആയിട്ടാണ് എടുക്കുന്നത്. PCV 1ഉം PCV 2ഉം PCV ബൂസ്റ്ററും. 6 ആഴ്ച, 14 ആഴ്ച, 9 മാസം. പോളിയോ വാക്സിൻ പറഞ്ഞ പോലെ തന്നെയാണ് PCVയും എടുക്കുന്നത്. അത് ന്യൂമോണിയയെ തടയാൻ വേണ്ടിയാണ് PCV വാക്സിൻ. ഇനി മീസിൽസ് അഥവാ റുബെല്ല വാക്സിൻ. മീസിൽസ്, റുബെല്ല വാക്സിൻ 2 രോഗത്തിനും കൂടി എടുക്കുന്നതാണ് മീസിൽസ് റുബെല്ല വാക്സിൻ. MR എന്ന് പറയും. MR1ഉം MR2ഉം 9 മാസം, അതുപോലെ 16 to 24 മാസം പ്രായമാകുമ്പോൾ 2 തവണയായി എടുക്കുന്നു. മീസിൽസിനെയും റുബെല്ലയെയും തടയുന്നു. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് വാക്സിൻ അഥവാ DPT ഏതൊക്കെ രോഗങ്ങൾക്കെതിരെയാണ് എടുക്കുന്നത്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. 14 to 24 മാസം
DPT ബൂസ്റ്റർ 1, അതുപോലെ 5 to 6 വയസ്സ് DPT ബൂസ്റ്റർ 2. ഡിഫ്തീരിയ തൊണ്ടമുള്ള്, ഡിഫ്തീരിയയ്ക്ക് മറ്റൊരു പേരുണ്ട് തൊണ്ടമുള്ള്. പെർട്ടൂസിസിൻ്റെ മറ്റൊരു പേരാണ് വില്ലൻ ചുമ. ടെറ്റനസിൻ്റെ മറ്റൊരു പേരാണ് കുതിരസന്നി. ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം, അതുപോലെ വില്ലൻ ചുമ, അതുപോലെ കുതിരസന്നി എന്നറിയപ്പെടുന്നത് ടെറ്റനസ്. വിറ്റാമിൻ എ 9 മാസം പ്രായമാകുമ്പോഴും അതുപോലെ 16 to 24 മാസം പ്രായമാകുമ്പോഴും ആണ് 2 ഡോസായിട്ട് വിറ്റാമിൻ എ നൽകുന്നത്. വിറ്റാമിൻ എ എന്തിനാണ് നൽകുന്നത്? അന്ധതയ്ക്കെതിരെയുള്ള വാക്സിനായിട്ടാണ് വിറ്റാമിൻ എ നൽകുന്നത്, അന്ധത തടയാനായി. ഇനി അടുത്തതായിട്ട് വരുന്നത് നല്ല ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണെന്ന്. കൈ കഴുകിയ ശേഷം ആഹാരം കഴിക്കുക, ദിവസവും 2 നേരം പല്ല് തേക്കുക, കൈകാലുകളിലെ നഖങ്ങൾ വെട്ടുക, പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുക, തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും ഒഴിവാക്കുക. നമ്മൾ പുറമേ പോയി കഴിക്കുമ്പോൾ ഫുഡ് ഇൻഫെക്ഷനൊക്കെ വരാറുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. തുറന്ന് വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളായിരിക്കാം. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അട്രാക്ഷനായിരിക്കും, പക്ഷേ ഭക്ഷ്യവിഷബാധയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കരുത്. വവ്വാല് കടിച്ചിട്ട പഴങ്ങൾ കഴിച്ചിട്ടാണ് നിപ പോലുള്ള രോഗങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കരുത്. സൂണോട്ടിക് രോഗങ്ങൾ, സൂണോസിസ് രോഗങ്ങൾ വരുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാൻ പാടില്ല. പാത്തജൻസ്, രോഗാണുക്കൾ വ്യാപിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ ഒരാൾ തുപ്പുന്നത് കൊണ്ട് മറ്റുള്ളവരിലേക്ക് രോഗങ്ങൾ പടരുന്നു. ഇനി എല്ലാ ദിവസവും കുളിക്കുക, അപ്പോൾ വ്യക്തി ശുചിത്വം പാലിക്കുക. ഇനി സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളും രോഗകാരികളും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചേരുംപടി ചേർക്കാനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗം എന്താണ് പരത്തുന്നതെന്ന് ചോദിച്ചാൽ ഫംഗസാണ് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗത്തിന് കാരണം. ഇലപ്പുള്ളിയല്ലേ, നമ്മൾ കരിമ്പനൊക്കെ കറുത്ത പുള്ളിയല്ലേ, അതുപോലെ ഓർത്ത് വയ്ക്കുക, ഫംഗസാണ്. പയറിലെ മൊസൈക്ക് രോഗം വൈറസാണ്. തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ ഫംഗസ്. തെങ്ങിൻ്റെ മണ്ടരി വൈറസാണ്. അത് എന്തെങ്കിലും കോഡൊക്കെ വെച്ച് മണ്ടന്മാർ വൈറലാകുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കുക. കൂമ്പ് ചീയൽ ഫംഗസ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു. ഇനി അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.